ഹായ് ഓൾ, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു ചാനൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ നോക്കുകയാണെങ്കിൽ പ്ലസ് ബി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പ്ലസ് ബിയുടെ വർക്കിംഗ്, പ്ലസ് ബിയിലുള്ള ടൂള് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഇതുവരെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി എക്സൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു ട്യൂട്ടോറിയൽ രീതിയിൽ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടും അതുപോലെ തന്നെ ചെറിയ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ വീഡിയോസ് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനായിക്കോട്ടെ, ഇനിയിപ്പോൾ ഒരു ബിസിനസ് ഓണേഴ്സിനായിക്കോട്ടെ, ഇനി പേഴ്സണൽ യൂസിനായിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും ഒരു എക്സൽ ഫയൽ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത്, എക്സൽ ഡാറ്റ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഒരു എക്സൽ? എക്സൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാംസ് ആണ്. അതിൽ ഒരുപാട് റോസ് ഉണ്ടാവും, ഒരുപാട് കോളംസ് ഉണ്ടാവും. ഇതൊക്കെ കൂടെ വെച്ചിട്ട് നമുക്ക് എന്താക്കാം, നമുക്ക് കുറച്ച് ഡാറ്റാസ് എൻ്റർ ചെയ്യാം. ആ എൻ്റർ ചെയ്യുന്നതിന് നമ്മളൊരു വർക്ക് ബുക്ക് എന്ന് പറയും. അങ്ങനെ ഒരു വർക്ക് ബുക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനും നമുക്ക് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാനും ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനും ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സൽ യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഒരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുക എന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് എക്സൽ സെർച്ച് ചെയ്യുക, അവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന വേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സൽ 2021 ആണ്. ഒരുപാട് വേർഷൻസ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏത് വേർഷൻ വേണമെങ്കിലും വരാം, അതൊന്നും ഒരു പ്രശ്നമല്ല. എല്ലാത്തിൻ്റെയും ലേ ഔട്ട് സെയിം ആയിരിക്കും. ഇനി ഇവിടെ കാണുന്നതിൽ ഒരുപാട് ടൂൾസ് കാണുന്നില്ലേ? ഇതിൽ ഹോം ഉണ്ട്, ന്യൂ ഉണ്ട്, ഓപ്പൺ ഉണ്ട്. റൈറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് വർക്ക് ബുക്ക് ഉണ്ട്. പിന്നെ താഴെ റീസെൻ്റ് എന്നുള്ള ഫയലും കാണിക്കുന്നുണ്ട്. റീസെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഓപ്പൺ ചെയ്തിരിക്കുന്ന എക്സൽ ഫയലുകൾ അവിടെ കാണിക്കും. ഇനി പുതിയൊരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലാങ്ക് വർക്ക് ബുക്ക് ക്ലിക്ക് ചെയ്യുക. ബ്ലാങ്ക് വർക്ക് ബുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്നതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിൽ കാണുന്നതാണ് ടാബുകൾ. ഈ ടാബുകളിൽ ഓരോന്നിലും ഓരോരോ കമാൻഡുകൾ ഉണ്ടാവും. നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് അറേഞ്ച് ചെയ്ത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്നുള്ളത് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ താഴെ കാണുന്ന ഈ റോസും കോളംസിനെയാണ് നമ്മൾ ഷീറ്റ് എന്ന് പറയുന്നത്. ഈ ഓവറോൾ പ്രൊജക്റ്റിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് വർക്ക് ബുക്ക്. ഇപ്പോൾ ജസ്റ്റ് ഒരു വർക്ക് ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്തു. ആദ്യം തന്നെ അതൊന്ന് സേവ് ചെയ്ത് വെക്കാം. ജസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സേവ് ആസ് കൊടുത്തു. ഡെസ്ക്ടോപ്പിൽ ഇപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒരു വർക്ക് ബുക്ക് സേവ് ചെയ്തു. ആ സേവ് ചെയ്തിരിക്കുന്ന വർക്ക് ബുക്കിൻ്റെ നെയിമാണ് മേലയിൽ കൊടുത്തിരിക്കുന്നത്, ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഷീറ്റുകളായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഷീറ്റ് 1 ആണ്. ഇനി നിങ്ങൾക്ക് അഡീഷണൽ ഷീറ്റ്സ് ആവശ്യം വരികയാണെങ്കിൽ ജസ്റ്റ് അവിടെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ ഷീറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ ഒരുപാട് ടൂളുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് നമുക്കിപ്പോൾ ഹോമിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹോമിൻ്റെ അകത്ത് തന്നെ ഫോണ്ട് എന്നുള്ള കാറ്റഗറി ഉണ്ട്, അലൈൻമെൻറ്റ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, സ്റ്റൈൽസ് ഉണ്ട്, സെൽസ് ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്. ഇതിൽ ഫോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് എത്രയാണ് വരേണ്ടത്, അത് ബോൾഡായിട്ട് വേണോ, ഇറ്റാലിക്സ് വേണോ, അണ്ടർലൈൻ ചെയ്യണോ, ഇനി ഫോണ്ട് മാറ്റണോ, കളേഴ്സ് സെറ്റ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഫോണ്ട് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ വരുന്നത് അലൈൻമെൻ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കാം, ജസ്റ്റ് ഒരു ABCD എന്ന് കൊടുത്തു. ഈ ഒരു ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിനെ നമുക്ക് സെൻറ്ററിൽ അലൈൻ ചെയ്യണം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവിടെ സെൻറ്റർ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് കൊടുക്കാം, സെൻറ്ററിന് ക്ലിക്ക് ചെയ്യാം. എനിക്ക് ലെഫ്റ്റ് ആണ് അലൈൻ ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം, റൈറ്റിലേക്ക് അലൈൻ ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ മേർജ് ആൻഡ് സെൻറ്റർ എന്നുള്ളതുണ്ട്. പിന്നെ നമുക്ക് 2 സെല്ല് ഒരുമിച്ച് മേർജ് ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താക്കി കൊടുക്കുക, 2 സെല്ല് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് കൊടുത്താൽ മതി, മേർജ് ആൻഡ് സെൻറ്റർ കൊടുത്താൽ മതി. നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് പല ടൈപ്പിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഓരോന്നിനും യൂസ് കേസിനനുസരിച്ചിട്ടാണ് അതൊക്കെ വരുന്നത്. മേർജ് ചെയ്ത് യൂസ് ചെയ്യേണ്ട കേസ് വരാം, മേർജ് ചെയ്യാതെ യൂസ് ചെയ്യുന്ന കേസ് വരാം. അപ്പോൾ അതൊക്കെ ഓരോ യൂസിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ വരുന്ന കണ്ടീഷൻ ഫോർമാറ്റിങ് അതുപോലെ തന്നെ ഇൻസേർട്ട് ഡിലീറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് സെൽസ് ആഡ് ചെയ്യാനും സെൽസ് കോളംസ് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. പിന്നെ ഓട്ടോ സം ടൂൾസ്, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അതൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ടാവും. പിന്നെ വരുന്നത് ഇൻസേർട്ടിനകത്ത് ഇമേജസ് ആഡ് ചെയ്യാം, ഷേപ്സ് ആഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഡ്രോ ടൂൾസ് ഉണ്ട്. ഡ്രോ എന്നുള്ള ടൂൾസിൻ്റെ അകത്ത് നമുക്ക് കളേഴ്സ് സെറ്റ് ചെയ്യാനും ലൈൻസ് വരയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എന്തെങ്കിലും മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നോട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഡ്രോ ടൂൾസ്. പിന്നെ അതുപോലെ തന്നെ പേജ് ലേഔട്ട്സ് നമുക്കിപ്പോൾ ഒരു പ്രിൻ്റ് എടുക്കുന്ന കേസൊക്കെ വരുന്ന സമയത്ത് അതിലേക്കുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. പ്രിൻ്റ് ചെയ്യാനും PDF ആക്കാനും ഒക്കെ ഉള്ള കേസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ വ്യൂവിലുള്ള രീതിയിലാണ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇനി എനിക്ക് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളത് ജസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടിയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് പേജ് ലേഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. പേജ് ലേഔട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന സമയത്ത് അത് എങ്ങനെയാണോ
ഒരു ഷീറ്റിലുണ്ടാവുക, ആ ഒരു രീതിയിലേക്ക് ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു കാര്യം നമുക്കിനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ അത് അടുത്ത വീഡിയോയിൽ നമുക്കത് ഉൾപ്പെടുത്താം. ഇപ്പോൾ തിരിച്ച് നമുക്കിതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെ വരാം. ഇനി ഇതിൽ ഈ ലെറ്റേഴ്സായിട്ട് കൊടുത്തിരിക്കുന്നത്, ഇതിൽ ടോപ്പിൽ ലെറ്റേഴ്സായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇതിൽ കോളംസ് വരുന്നത്. ഓരോ കോളംസിനെയാണ് ഓരോരോ ലെറ്റേഴ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് 1 2 3 എന്ന് പറഞ്ഞിട്ട് റോസും കൊടുത്തിട്ടുണ്ട്. ഈ റോയും കോളം കൂടെ ചേർന്നിട്ട് വരുന്ന ഈ ഒരു പോയിന്റിൽ, ഇപ്പോൾ C9 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ, അതാണ് ഒരു സെല്ലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ സെല്ലിലാണ് നമുക്ക് ഡാറ്റാസ് എൻ്റർ ചെയ്യുക. ഓരോ സെല്ലിലും ഓരോരോ ഡാറ്റ ആയിട്ടാണ് കൊടുക്കുക. അറ്റ് എ ടൈമിൽ നമുക്ക് ഒരു സെല്ലിൽ മാത്രമേ ഡാറ്റ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏത് സെല്ലാണ് സെലക്ട് ആയിരിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു നെയിം ബോക്സ് അല്ലെങ്കിൽ ഒരു സെൽ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഡി എന്ന് പറയുന്ന കോളത്തിൽ 11th റോയിൽ വരുന്ന ഒരു പോയിന്റിലാണ്. അപ്പോൾ അത് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് എന്താക്കുക, ഇവിടെ സെൽ റെഫറൻസ് നോക്കിയാൽ മതി. സെൽ റെഫറൻസിൽ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. കോളത്തിൽ ഏത് റോയിലാണ് ഇപ്പം കേസർ സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സെലക്ഷൻ ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഒരു സെൽ റെഫറൻസ് നോക്കിയാൽ മതി. തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഫോർമുല ബാർ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഇതിലേക്കും വരും, ഈ ഒരു ഫോർമുല ബാറിലും കാണിക്കും, നിങ്ങൾ ആ സെല്ലിലും കാണിക്കും. ജസ്റ്റ് ഒന്ന് ഇപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു പേഴ്സൺ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തു, അത് ഈ ഒരു സെല്ലിലും എഫക്റ്റ് ചെയ്യുന്നുണ്ടാകും, അതുപോലെ തന്നെ അതേസമയം ഫോർമുല ബാറിലും കാണിക്കുന്നുണ്ടാകും. പിന്നെ ഇതിലിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ ഷീറ്റിലും നമുക്ക് ഓരോരോ സെപ്പറേറ്റ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു വർക്ക് ബുക്കിൽ തന്നെ നമ്മൾ ഒരുപാട് ഷീറ്റ്സ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ലേ, അതിൽ ഷീറ്റ് 1 ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഇപ്പോൾ ജസ്റ്റ് സെയിൽ കാര്യങ്ങളോ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെച്ചതാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഷീറ്റിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിരിക്കുന്ന പേയ്മെൻറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് സേവ് ചെയ്യാം. അതിനാണ് ഷീറ്റ്സ് യൂസ് ചെയ്യുന്നത്. എത്ര ഷീറ്റ്സ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് ഷീറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ആരോസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നാവിഗേഷന് വേണ്ടിയിട്ട് ഈസി ആക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇനി അതല്ലാതെ നിങ്ങൾക്ക് കീബോർഡ് ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ പേജ് അപ്പും പേജ് ഡൗണും യൂസ് ചെയ്താൽ മതി. ഇപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് എന്താണ് ഒരു എക്സൽ എന്നുള്ളതും എങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യേണ്ടത്, അതിലെങ്ങനെയാണ് ഡാറ്റ എൻ്റർ ചെയ്യുന്നത് എന്നുള്ള ജസ്റ്റ് ഒരു കാര്യം മാത്രം. എന്തൊക്കെയാണ് ഇതിൽ ലേഔട്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് അതിൽ ഡാറ്റ എൻട്രിങ്ങും അതിനെങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുക, അതിലെങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം.